ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് ആൾക്കാരെല്ലാം കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് ഗുജറാത്ത് വേഴ്സസ് മുംബൈ. ആൻഡ് ഈ ഒരു മത്സരത്തെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ മത്സരം ജയിക്കുന്ന ടീം പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനത്തേക്ക് വരും. പ്ലേ ഓഫ് ഏകദേശമൊക്കെ ടീമിന് കൺഫേം ചെയ്യാൻ സാധിക്കും. അത് മുംബൈ ജയിച്ചു കഴിഞ്ഞാൽ 16 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത് കൂടാതെ നെറ്റ് റൺ റേറ്റ് ഓൾറെഡി +1 മുകളിലുള്ള ഏക ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. ആൻഡ് 16 പോയിന്റിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഏകദേശം 99.9% കൺഫേം ആവും. ആൻഡ് രണ്ട് ടീമുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മത്സരം നടക്കുന്നത് വാങ്കഡെ സ്റ്റേഡിയത്തിൽ. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ബോളിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പോരാതെ തന്നെ ഈ ഒരു സ്റ്റേജിൽ വെച്ച് ഈ ഒരു അഡ്വാൻറ്റേജ് വളരെയധികം വലുത് തന്നെയാണ്. ആൻഡ് ഗുജറാത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എബോവ് ആവറേജ് സ്കോർ വെച്ചിട്ട് നല്ലൊരു ക്വാളിറ്റി പെർഫോമൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മുംബൈയെ സംബന്ധിച്ച് ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്ക്വാഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഒരു മത്സരത്തിൽ ജയം ആരുടെ സൈഡിലേക്ക് പോകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല. ആൻഡ് ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയേണ്ടതാണ് അവരുടെ ഓപ്പണിംഗ് സൈഡിലെ സായി സുദർശൻ, അതോടൊപ്പം തന്നെ ഗിൽ എന്നിവരുടെ പാർട്ണർഷിപ്പ്. നമ്മൾ നോക്കുമ്പോൾ കൂറ്റിനടികളൊന്നും ഇവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ പവർ പ്ലേയിൽ ഒരു 50-60 റൺസ് ഇടയ്ക്ക് വരുന്നുണ്ട്. ആൻഡ് സാധാരണ ടീമുകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, 9 to 14 ഓവേഴ്സിനിടയിൽ റൺസുകൾ അധികം കണ്ടെത്താതെ വിക്കറ്റ് ലോസ് ചെയ്യാതെ ശ്രമിക്കും. എന്നാൽ ഈ ഫസ്റ്റ് പവർ പ്ലേയിൽ കളിച്ചതുപോലെ തന്നെ ഗില്ലിൻ്റെയും അതോടൊപ്പം തന്നെ സായി സുദർശൻ്റെയും ആ ഒരു ഗെയിം 9 to 14 ഓവേഴ്സിലും അതുപോലെ തന്നെ ഉണ്ടാകും. അതായത് അവരപ്പോഴും റൺസ് നേടിക്കൊണ്ടിരിക്കും, എന്നാൽ ബിഗ് ഹിറ്റുകൾ ഉണ്ടായിരിക്കില്ല, എന്നാൽ വിക്കറ്റ് ലോസ് ചെയ്യുമില്ല. വളരെ ക്വാളിറ്റി പെർഫോമൻസ് നൽകുന്ന രണ്ട് താരങ്ങളാണ് ഇവർ. ഇവരുടെ ഈ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ ആയിരിക്കണം മുംബൈയുടെ ആദ്യത്തെ തന്ത്രം അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ 3 പ്ലേയേഴ്സിൻ്റെ കാര്യം. ബട്ട്ലർ, ഗില്ല്, അതോടൊപ്പം തന്നെ സായി സുദർശൻ, ഇവർ 3 പേരും ടോപ്പ് റൺ ഗെറ്റേഴ്സിലുള്ള താരങ്ങളാണ്. സോ വിച്ച് മീൻസ് അവരുടെ ആ ഒരു ഫോമിനെയാണ് ഈ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലേക്ക് റബാഡ ഇന്നത്തെ മത്സരം കളിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ പ്രസ് കോൺഫറൻസിന്റെ സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു. മോസ്റ്റ് പ്രോബബ്ലി അദ്ദേഹം തിരിച്ചു വരുന്ന മത്സരം കൂടി ആയിരിക്കും ഇത്. അതോടുകൂടി തന്നെ ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ച് അവരുടെ ബോളിംഗ് സൈഡ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ സഹായിക്കും. ആൻഡ് മുംബൈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്കറിയാം, ഒരു ടീമായിട്ട് തോറ്റു തുടങ്ങിയിട്ട് പിന്നീട് ഇപ്പോൾ കണ്ടിന്യൂസ് വിജയങ്ങൾ നേടുന്നു, +1 മുകളിൽ നെറ്റ് റൺ റേറ്റ് ഉള്ള ഏക ടീമായിട്ട് മാറുന്നു. ആൻഡ് പോയിന്റ് ടേബിൾ ഇന്നത്തെ മത്സരം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ടീമായി മുംബൈ മാറും. 99.9% അവർ മാറും. അതിൽ എടുത്തു പറയേണ്ടതാണ് ബാറ്റിംഗ് സൈഡിലും അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലും കൃത്യതയാർന്ന പെർഫോമൻസ് നൽകുന്ന താരങ്ങളെന്ന് പറയുന്നത്. ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബൂമറയുടെ ആ ഒരു വരവോട് കൂടി തന്നെ ടീമിന്റെ ഷേപ്പ് മൊത്തത്തിൽ മാറിയത് നമുക്ക് കാണാം. ഹർദിക്കിന്റെ ഭാഗത്തെ കോൺഫിഡൻസ്, സൂര്യകുമാർ യാദവ് ഫോം വീണ്ടെടുത്തത്, രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് സൈഡിലെ പെർഫോമൻസ്, സൂര്യകുമാർ യാദവ് ഇപ്പോൾ ടോപ്പ് റൺ ഗെറ്റേഴ്സിലുണ്ട്. അതായത് ടോപ്പ് റൺ ഗെറ്റേഴ്സ് കളിക്കുന്ന ഒരു മത്സരം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നോക്കി കഴിഞ്ഞാൽ സായി സുദർശൻ ഓൾറെഡി 10 മാച്ചിൽ 504 റണ്ണുണ്ട്, സൂര്യകുമാർ യാദവ് 11 മാച്ചിൽ 475 റണ്ണുണ്ട്, ജോസ് ബട്ട്ലർ 470 റണ്ണ്, ശുഭ്മാനിൽ 465 റണ്ണ്, റിയാൻ ടെക്കിൾട്ടൺ 334 റണ്ണ്. രോഹിത് ശർമ്മ ഒട്ടും മോശമല്ല. തുടക്കം അർത്ഥം പാളിയെങ്കിലും പിന്നീട് 10 മാച്ച് ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ 293 എന്ന റൺസിലേക്ക് എത്തിയിട്ടുണ്ട്. സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവേശഭരിതമായിട്ടുള്ള മത്സരം തന്നെയായിരിക്കും ഇന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ബാലൻസ്ഡ് ആയിട്ടൊരു പിച്ചാണ്. പേസേഴ്സിനാണെങ്കിലും സ്പിന്നേഴ്സിനാണെങ്കിലും ഒരുപോലെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന, എന്നാൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു പിച്ചാണ് ഈ ഒരു വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് എല്ലാവർക്കും അറിയാം. സോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് മത്സരത്തിന്റെ റിസൾട്ട് എന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശവും കമൻറ്റായി രേഖപ്പെടുത്തുക. ആര് ജയിക്കുന്ന കൂടി കമൻറ്റിൽ പറയാം. ബൈ ബൈ ഗൈസ്.